CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു. ആചരിക്കുമ്പോൾ നമ്മൾ കാണേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളും ആ ചർച്ചകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വിട്ടു നിൽക്കുന്ന ഏറ്റവും വലിയ സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ നിലപാടുകളും ലോകം അതിൻ്റെ പരിസ്ഥിതി എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്, കാലാവസ്ഥ എങ്ങനെയാണ് മാറുന്നത്, അതെങ്ങനെ മനുഷ്യ സമൂഹത്തെ ആകെ ബാധിക്കും, ഇതിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ ലോകത്തെ രക്ഷിക്കാൻ ആരാണ് ഉത്തരവാദികൾ ഉൾപ്പെടെയുള്ള ചർച്ചകളിൽ നിന്നാണ് സാമ്രാജ്യത്വം മെല്ലെ മെല്ലെ പിൻവാങ്ങുന്നത്. ഉച്ചകോടികളിൽ നിന്ന് കൃത്യമായ തീരുമാനമെടുത്താൽ തന്നെ ആ തീരുമാനം നടപ്പിലാക്കപ്പെടുന്നില്ല. ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. കേവലം ചർച്ച കൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പച്ചപ്പാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ ആവാസ വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ടൊരു കാര്യം. അതുകൊണ്ട് നമുക്ക് പച്ചപ്പ് നിലനിർത്താൻ വേണ്ടിയും പച്ചപ്പ് ശക്തിപ്പെടുത്താൻ വേണ്ടിയും ചെടികളും മരങ്ങളുമെല്ലാം നട്ടു വളർത്തി നമ്മുടെ ആവാസ കേന്ദ്രത്തെ ഫലപ്രദമായിട്ട് സംരക്ഷിച്ച് മുന്നോട്ടേക്ക് പോകാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇമാതിരിയുള്ള ഒരു പരിപാടി ഞങ്ങളിവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കേരളത്തിലുടനീളം ലക്ഷക്കണക്കിന് മരത്തിൻ്റെ തൈകളും ഒക്കെ നട്ട് നമ്മുടെ ആവാസ വ്യവസ്ഥയെ, കേരളത്തെ, ലോകത്ത് 52 സ്ഥലങ്ങൾ കാണണമെന്ന് ചൂണ്ടിക്കാണിച്ച ടൈം മാഗസിയുടെ അവരുടെ കണ്ടെത്തൽ അങ്ങനെയാണ്. 52 കേന്ദ്രങ്ങളിൽ ഒന്നാണ് കേരളം. ഒരു സ്ഥലം എന്ന രീതിയിലാണ് കേരളത്തെ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആവാസ വ്യവസ്ഥ ഇതേപോലെ നിലനിർത്തി എല്ലാവരും പറയുന്നത് പോലെ ദൈവത്തിൻ്റെ സ്വന്തം നാട് അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ശുചിത്വത്തോടു കൂടി നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ പുതിയ മേഖലയിൽ ചെറുവനങ്ങൾ ഉണ്ടാക്കാൻ ഒക്കെയുള്ള ശ്രമങ്ങൾ ഇവിടെ ഹരിത കേരളത്തിൻ്റെ ഭാഗമായിട്ട് നടന്നു വരുന്നുണ്ട്. അതുപോലെ ജലാശയങ്ങൾ ശുദ്ധീകരിക്കൽ, കുളങ്ങൾ സംരക്ഷിക്കൽ, ഇങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ ചേർന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തേണ്ടത്. അതിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പരിപൂർണമായ. MV ഗോവിന്ദൻ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്രതികരിക്കുകയാണ്. മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിലും അദ്ദേഹം തുടർന്ന് പ്രതികരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.